ആദ്യമായിട്ട് ബിരിയാണി റെഡിയായി കഴിഞ്ഞില്ലയോ? ആ ഇതെന്താ പുതിയ സ്റ്റൈലൊക്കെ നല്ല കെട്ടിയിരിക്കുന്നത്? അമ്മ കെട്ടി തന്നാ ആണോ? ആ സാറേ അവിടേക്ക്. അപ്പോഴേ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് ഞങ്ങൾ പോവുകയാണ്. അപ്പം മൂത്ത അച്ഛനും കൂടെ കൊണ്ടുപോകണം, പക്ഷേ അവൻ്റെ ക്ലാസ് കൊണ്ടുപോകണം, അവനങ്ങ് പോയി. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ആദ്യമായിട്ട് കുഴിമന്തി കഴിക്കാൻ പോവാ. എന്താണ് കുഴിമന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മന്തി അല്ലേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കുഴിമന്തിയെ പറ്റി? ഇല്ല, അറിയത്തില്ലല്ലോ, ഒരു ഊഹം പോലും ഇല്ലല്ലേ. അപ്പം ഞങ്ങൾ അടൂർ ഒരു റെസ്റ്റോറൻറ്റിൽ കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോവാ. അപ്പോൾ പോയേക്കാലോ. ഇതൊരു പേര് അത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്തുവാന്ന്. വാ വാ വരൂ. നമ്മൾ മിക്കവാറും ഇന്ന് താമസിച്ച് കൂടാവേ, സമയം 1:15 കണ്ടായി. എടാ, ഈ കുഴിമന്തി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇത് യമനിലും കണ്ടാ ഈ മന്തി എന്നുള്ള സാധനം ഉണ്ടായിരുന്നേ. അപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുഴിയും കൂടെ ചേർത്തിട്ട് കുഴിമന്തി ഒരു പുതിയ ഡിഷ് കണ്ടുപിടിച്ചതാ. അതിനെങ്ങനെ അതിൻ്റെ ചരിത്രം എന്നുള്ളത് അറിയാവുന്നവരൊക്കെ പറഞ്ഞതാ. എന്തായാലും ഇത് കുഴി ഒഴിച്ചിട്ട് അതിനകത്തിലും കണ്ട് ചോറും മീറ്റും ഒക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതാണ് എന്തൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. നമുക്ക് ചോറും സാമ്പാറും അവിയലും അതുപോലൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ. അത് വെറും ചോറും മനുഷ്യൻ കഴിക്കാൻ പോയില്ലയോ? അതിനു മുമ്പേ അതിന് ഇങ്ങനെ കോളത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് പോയില്ലയോ? അങ്ങനല്ല, നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അയ്യോ ഇതായിരുന്നു കുഴിമന്തി എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങൾ നിരാശപ്പെടരുത്. അതുകൊണ്ട് അച്ഛൻ ഇത്രയും പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ ബിരിയാണി KSRTC വരുന്ന വരവോ നോക്കോ. ഒന്ന് ഞാൻ പേടിച്ചു കേട്ടോ. ശരിക്കും നേർക്കാ വരുന്നേ. അപ്പം എന്തായാലും ഇപ്പൊ കുഴിമന്തി കഴിക്കാൻ പോകുന്ന നമ്മളിപ്പം നമ്മുടെ കുഴിമന്തി വേറെ ആയാലും കഴിക്കേണ്ടി വന്നേനെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ പോട്ടെ, കുഴിമന്തി കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങള് അടൂരിലോട്ട് എത്തിയിരിക്കുകയാണ്. അടൂർ ബൈപ്പാസിലാണ് ആ ഹോട്ടൽ, ആ റെസ്റ്റോറൻറ്റ്. നമുക്കിപ്പം ഇപ്പൊ എത്തും കേട്ടോ. 1:30 ഓക്കെ. അപ്പം സുഹൃത്തുക്കളെ, ഞങ്ങൾ എത്തി. ഇതിലെ ഉള്ളോട്ട് കയറുക. ഇവിടെയാണ് എൻട്രൻസ്. എവിടെയാ ഇതിന്റെ? അന്യായ തിരക. നിങ്ങൾ ക്യൂവിലാണ് സുഹൃത്തുക്കളെ, ക്യൂവിലാണ്. കുഴിമന്തി കഴിക്കാനുള്ള ആഗ്രഹവുമായി ചെന്നപ്പെട്ടത് വളരെ തിരക്കുള്ള ഒരു രാജാവിൻ്റെ മുമ്പിൽ. തൽക്കാലം കുഴിമന്തി കഴിക്കണ്ട എന്നുള്ള ചിന്തയിലല്ല, ഇവിടുന്ന് മാറി വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നോക്കാന്നുള്ള പ്ലാൻ ഞങ്ങൾ തിരിച്ചു പോകും. ഭയങ്കര തിരക്ക് അവിടെ, ഒരു രക്ഷയില്ല. ഇനിയും 19 പേര് വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും 2:30 ആകുമ്പോഴേ കിട്ടത്തുള്ളൂ. എന്തായാലും സുഹൃത്തുക്കളെ, ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഞങ്ങൾക്ക്. കുഴിമന്തി കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ അവസാനം പെട്ടുപോയാലായിപ്പോയി അല്ലേ. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കുഴിമന്തി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ തൽക്കാലത്തെ കുഴിമന്തി തൽക്കാലത്തെ നമുക്ക് കുഴിമന്തി എന്നുള്ള ആഗ്രഹം അങ്ങ് ഒഴിവാക്കിയേക്കാം. ഇവിടെ കുഴിമന്തി ഇല്ല. ഞങ്ങൾ ആദ്യം കയറിയ ഹോട്ടലില് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് കുഴിമന്തി കഴിക്കണ്ട, വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും വേറൊരു ഹോട്ടലിൽ വന്നിട്ട് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെയും സംഭവമെല്ലാം തീരാറായി. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ചേട്ടൻ വണ്ടിയൊക്കെ തിരിക്കുന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് വെയിൽ കൊള്ളുന്നു. അപ്പോൾ ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാം കൊണ്ടും മനോഹരമായിരിക്കുന്നു ഇന്നത്തെ ദിവസം. മന്തി കഴിക്കാൻ വേണ്ടി വന്ന അമ്മയും മന്തി കഴിക്കാൻ വേണ്ടി വന്ന മക്കളും ഞങ്ങൾ ശരിക്കും പെട്ടുപോയി. സുഹൃത്തുക്കളെ, 3ാമത്തെ റെസ്റ്റോറൻറ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ കിട്ടുമോ? എടി നല്ല മണമൊക്കെ വരുന്നുണ്ട്. തിരക്ക് കുറവാട്ടോ.
അവസാനം വിജയകരമായ രീതിയിൽ ഒരു യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? എല്ലാം ഫിനിഷായി. സാധാരണ വലിയ പാടായിരുന്നാലും കഴിച്ചു. ഈ പാത്രം കണ്ടായിരുന്നു നിങ്ങൾ ഞെട്ടണ്ട. കാരണം എല്ലാ കുടുംബങ്ങളിലും അച്ഛന്മാർക്കാണ് ഈ ബാക്കി വരുന്ന എല്ല് കിട്ടുന്നത്. ഇവിടെ അങ്ങനെ തന്നെ ഞാനതങ്ങ് ഫിനിഷ് ചെയ്തു. അല്ലാതെ കൂടുതൽ കഴിച്ചൊന്നല്ല. ഹാപ്പി അല്ലേ? അപ്പോൾ എങ്ങനെ വീട്ടിൽ പോയേക്കാന്നോ? ഇവിടെ ഒരാൾക്ക് ഐസ്ക്രീം കിട്ടില്ലാത്ത സങ്കടമുണ്ട്. പക്ഷേ അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കുഴിമന്തി? ഇവ സാധാരണ ചോറ് കഴിക്കാറില്ല, പക്ഷെ അങ്ങനെ മിക്സപ്പ് ആക്കി കഴിച്ചപ്പോൾ ചോറ് നന്നായിട്ട് കഴിച്ചു. പക്ഷെ മൂക്ക് അത്ര ഐഡിയ പോലായിരുന്നു. എങ്കിലും കുഴപ്പമില്ലല്ലേ? പോയേക്കാം. ടാറ്റ പറ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ.